അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വലിയ ഇടുത്തി പോലെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് സിനിമാ മേഖലയ്ക്ക് ഒരു വലിയ പ്രഹരം ട്രംപ് ഏൽപ്പിച്ചു. എങ്ങനെയായിരിക്കും സിനിമാ മേഖലയ്ക്ക് ഈ പ്രഹരം ഉണ്ടാവുക? സിനിജി പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ പരിപാടി ഇടുത്തിയല്ല, ഇത് തീ പിടിപ്പിച്ചിരിക്കുക. ഇത് പിടിച്ച തീ അമേരിക്കൻ സിനിമാ വ്യവസായത്തെയാണ്. ഇത് ലോക സിനിമാ വ്യവസായത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് വരുന്നു. എന്താ വെച്ചാൽ അമേരിക്കയിലെ നിർമ്മാതാക്കളായിട്ടുള്ള ആളുകൾ, അമേരിക്കൻ കമ്പനികൾ അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫാണ്. ഈ ചങ്ങാതി ഇങ്ങനെ നേരം എടുത്ത് നോക്കിയിട്ട് ആരെയൊക്കെ അടിക്കാൻ നോക്കുക, താരിഫ് അടിക്കാൻ ആരെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ശരി സിനിമയ്ക്ക് ഇരിക്കട്ടെ, അങ്ങനെ അടിച്ചതല്ല കേട്ടോ. ഇദ്ദേഹം ഇത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇതിന് സൂചനകൾ 2025 മെയ് മാസത്തിൽ ഈ വ്യവസായത്തിനെതിരായി 100% താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം ആലോചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയ പരിപാടി അത്. അപ്പോൾ ഇത് ഇങ്ങനെ വരും, സ്വന്തം ജനതയ്ക്ക് നേരെ ഇങ്ങനെ തിരിയുമെന്നും സ്വന്തം രാജ്യത്തിൻ്റെ ലോകത്തെ മുഴുവൻ എൻ്റർടൈൻ ചെയ്യുന്ന ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യവസായത്തെ, ചെറിയ വ്യവസായമല്ല, അതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് അറിയണം, അതിൻ്റെ അകത്തേക്ക് കടക്കണം നമ്മൾ. അങ്ങനെ കടക്കുമ്പോൾ ഹോളിവുഡിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ചെലവും വിപണിയും എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വർഷം തോറും അവർ ചെലവഴിക്കുന്ന കോടാനുകൂടി ഡോളറുകളാണ്. വെറും ഒരു സിനിമയുടെ നിർമ്മാണ ചെലവ് പ്രൊമോഷനും ചേർന്നിട്ട് 100 മില്യൺ ആണ് അമേരിക്കൻ ഡോളർ ഒരു സിനിമയുടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര വലുതാണ് ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2024 2ാം പാദത്തിൽ മാത്രം ഹോളിവുഡ് സിനിമകൾ സ്റ്റുഡിയോകൾ നിർമ്മാണത്തിനായി 11.5 ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവഴിച്ചിട്ടുണ്ട്. 11.5 ബില്യൺ അമേരിക്കൻ ഡോളർ. അപ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലായത് എത്ര വലുതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഈ ഇൻഡസ്ട്രി ആശ്രയിക്കുന്നത് അമേരിക്കയെ മാത്രമല്ല, ലോക വിപണിയാണ്. ലോകം മുഴുവനാണ്. ഇംഗ്ലീഷിലാണ് അവൻ സിനിമ എടുക്കുന്നത്. അവൻ്റെ സിനിമകൾ ലോകം മുഴുവൻ, നമ്മുടെ നാട്ടിലെ തിയേറ്ററുകൾ നമ്മളൊക്കെ ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഹോളിവുഡ് സിനിമ പോലെ ഉണ്ടെന്നാണ് നമ്മൾ പറയുക. ക്വാളിറ്റി കൊണ്ട്, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മികവ് കൊണ്ട്, പണം ചെലവഴിച്ചിരിക്കുന്ന അത്ഭുത ലോകങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ട്, നമ്മളത് എൻ്റർടൈൻ ചെയ്തത് കൊണ്ട് ഒക്കെ നമ്മളിങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ആഗോള വിപണികളെക്കുറിച്ച് ഒന്നുകൂടെ നോക്കിയാൽ, അതിൻ്റെ അന്താരാഷ്ട്ര വരുമാനമൊക്കെ നോക്കിയാൽ, ചൈനയിൽ ഹോളിവുഡിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിപണിയാണ് ചൈന എന്ന് പറയാം. അപ്പോൾ അവിടെ വലിയ സ്വീകാര്യതയുമാണ് അവിടെ ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യ ആണെങ്കിൽ അതേപോലെ തന്നെ വളർന്നു വരുന്ന ഹോളിവുഡ് സിനിമകളുടെ ചൈനയെ അപേക്ഷിച്ച് അത്ര ഒരു വിപണിയാണ്. ചൈനയിലെ തിയേറ്ററുകൾ, നമ്മൾ ഡെങ്കൽ എന്ന് പറഞ്ഞ അമീർ ഖാൻ്റെ സിനിമ, ആ സിനിമ ഇവിടെ 200, 150, 300 കോടി കളക്ട് ചെയ്തപ്പോൾ ചൈനയിൽ തന്നെ 1000 ചില്ലാനും കോടി രൂപയാണ് കളക്ട് ചെയ്തത്. വലിയ തിയേറ്റർ ശൃംഖലകളാണ്. ഇപ്പോൾ അലിബാബ കോർപ്പറേഷൻ്റെ കീഴിലൊക്കെ ഉള്ള ചൈന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന തിയേറ്ററുകളുടെ ശൃംഖലകളുണ്ട്. ആ മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലാൻ ഇന്ത്യയിലെ പല നിർമ്മാതാക്കളും ഊഴമിട്ട് നോക്കി നിൽക്കുമ്പോൾ, രാജമൗലിയുടെ സിനിമയ്ക്ക് അവിടെ ഓടിയിട്ടുണ്ട്, ഒരുപാട് നാൾ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഊഴമിട്ട് നോക്കി നിൽക്കുമ്പോൾ സിനിമ കമ്പനികൾക്ക്, ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് വലിയ ഒരു സന്തോഷ വാർത്തയായിരുന്നു ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുന്നു എന്നത്. നമ്മളിപ്പോൾ ചലച്ചിത്ര പ്രവർത്തകനായ എന്നെ പോലുള്ള ആളുകളൊക്കെ, എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇന്ത്യൻ സിനിമ അതിൽ സന്തോഷിക്കുന്നുണ്ട്. അത്രയും വലിയ വിപണിയാണ് ചൈനയുടേത്. ഇന്ത്യ വിപണി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദക്ഷിണ കൊറിയയും UK-യും ഫ്രാൻസും ജപ്പാനും മെക്സിക്കോയും ഓസ്ട്രേലിയയും ഒക്കെ വലിയ വിപണി തന്നെയാണ്, അവരുടെ വലിയ വിപണിയാണ്. അപ്പോൾ ചൈനയിലും ഇന്ത്യയിലും വിപണി വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള സമീപനം കൊണ്ടായിരിക്കാം. അപ്പോൾ ഹോളിവുഡിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വിപണികൾ ആയ ഈ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, തദ്ദേശീയമായിട്ടുള്ള സിനിമകളുടെ വളർച്ച വർദ്ധിക്കും. നമ്മുടെ പ്രാദേശിക സിനിമകൾ, സ്വദേശി സിനിമകൾ, നമ്മുടെ നാട്ടിലെ സിനിമകൾ, ലോക പോലുള്ള സിനിമകൾ, മലയാളത്തിൻ്റെ സിനിമകൾ, അതൊക്കെ ലോക വിപണിയിലേക്ക് പോകും. കാരണം നമുക്ക് അറിയാം, ലോകത്തിനോട് കിടപിടിക്കാവുന്ന സിനിമകളാണ്. ഹോളിവുഡിലെ സാങ്കേതിക മികവോട് ഇവിടുത്തെ കുട്ടികൾ, നമ്മുടെ സാങ്കേതിക വിദഗ്ധർ, നമ്മുടെ VFX വിദഗ്ധർ ഉണ്ടാക്കിയ സിനിമകളാണ് അത് വലിയ ഒരു സംഗതിയായിട്ട് മാറിയത്. ക്രിസ്റ്റഫർ നോളൻ്റെ പോലുള്ള വലിയ സംവിധായകരുടെ, അത്തരത്തിലുള്ള വലിയ സംവിധായകരുടെ സിനിമകളുടെ VFX വർക്കുകളൊക്കെ, CG വർക്കുകളൊക്കെ നമ്മുടെ ഇവിടെ ഈ കൊച്ചിയിലൊക്കെ ഇരുന്നിട്ട്, സ്റ്റുഡിയോകളിൽ ഇരുന്നിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. അവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പം ഇതിനൊക്കെ എങ്ങനെ ബാധിക്കും? അപ്പോൾ പറ്റില്ല, അവിടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കൊടുത്താൽ അതിന് 100% താരിഫ് ഒന്ന് അടിക്കാൻ പറ്റുമോ? അമേരിക്കയ്ക്ക് പുറത്തേക്ക് ഈ വർക്കുകളൊന്നും പോകാൻ പാടില്ല. ഷൂട്ട് ചെയ്യാൻ പാടില്ല. വലിയ മാർക്കറ്റാണ്, പല രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല.
ചൈനയിൽ സാഹചര്യം എന്ന് പറയുന്ന 2018 ചൈനീസ് ബോക്സ് ഓഫീസിൻ്റെ വരുമാനത്തിൻ്റെ 36% വിഹിതമുണ്ടായിരുന്നു ഹോളിവുഡിന്. അതിപ്പോൾ കുറഞ്ഞിട്ട് 14%, പകുതിയിൽ താഴെയായി. അപ്പോൾ പ്രാദേശിക സിനിമകൾ വളരുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പ്രാദേശിക സിനിമകൾ എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യ പോലുള്ള രാജ്യം, ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ വളരുമ്പോഴാണ് ഈ തരം പരിപാടികൾ അടിച്ചു കൊടുത്തിട്ട് ആ ഹോളിവുഡ് അമേരിക്കൻ സിനിമാ വ്യവസായത്തിൻ്റെ കടക്കൽ കത്തിവെച്ചിരിക്കുന്നത്, അതിന് കത്രിക വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സെൻസർ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നിയമപരമായ ചില ചോദ്യങ്ങൾ, പ്രായോഗികമായ വെല്ലുവിളികളും ഉയരുന്നുണ്ട്. നിയമപരമായ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് അടിസ്ഥാനം ഉള്ള ഒരു പരിപാടിയാണോ, ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണോ, ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ട്രംപ് പറഞ്ഞു 100% താരിഫ്, ആർക്കും അറിയില്ല. അപ്പോൾ ഈ ആശങ്ക ഇങ്ങനെ തുടരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് സേവന നികുതിയാണോ, അല്ലെങ്കിൽ വസ്തുക്കളുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള നികുതിയാണോ? സിനിമ ഒരു പ്രൊഡക്റ്റായിട്ട് കാണാറില്ല, അതൊരു സേവനമായിട്ടാണ് കാണുന്നത്. സേവന നികുതിയാണ് എപ്പോഴും സിനിമയ്ക്ക് മുകളിൽ ചുമത്തപ്പെടുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ ഇത് ബാധകമാവും എന്ന ചോദ്യമുണ്ട്. പിന്നെ ഡിജിറ്റൽ വിതരണങ്ങൾ ലോകമെമ്പാടും നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലുള്ള, ആമസോൺ പോലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ വഴി, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ലോകമെമ്പാടും, അതൊക്കെ ആ 2 പ്ലാറ്റ്ഫോം മാത്രമല്ല, ഒരുപിടി പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ വഴി അമേരിക്കയിൽ നിർമ്മിക്കുന്ന സിനിമകൾ, മറ്റ് രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന സിനിമകൾ ഇറക്കുമതി ചെയ്യണം, കയറ്റുമതി ചെയ്യണം. ഇതിലൊക്കെ കോടാനുകോടി ആളുകൾ, നമ്മൾ ലോക്ക്ഡൗൺ കാലത്തൊക്കെ സിനിമകൾ കണ്ടിരുന്നത് ഇത്തരം സിനിമകൾ കണ്ടിട്ട് ഈ വഴികളിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇറക്കുമതി നികുതി എന്ന് ട്രംപ് അടിച്ചു കൊടുത്താൽ എങ്ങനെ ഇത് ലോകത്ത് വ്യാപിക്കും എന്നുള്ള വലിയ ചോദ്യം കിടക്കുകയാണ്. കൂട്ടുനിർമ്മാണങ്ങൾ, സഹകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയും ചൈനയും മറ്റ് ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ആയിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. കാരണം ഭാരിച്ച ഒരു നിർമ്മാണ തുകയുള്ളത് കൊണ്ട് തന്നെ പരസ്പരം ഇത്തരത്തിലുള്ള ധാരണകൾ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു ഭാരിച്ച തുകയായിട്ട് മാറില്ല. വിപണനവും കൂടി നടക്കുമ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ലഭിക്കുന്ന നികുതി ഇളവുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അതാണ് ഈ നിർമ്മാതാക്കളൊക്കെ പോകാനൊരു കാരണം എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്താൽ അവിടെ സർക്കാർ നികുതി ഇളവ് കൊടുക്കും. ഇപ്പം മലയാള സിനിമകൾ, ഇന്ത്യൻ സിനിമകൾ UK പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാനഡയിൽ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നികുതി ഇളവുകളുണ്ട്. അതുകൊണ്ട് ഹിന്ദി സിനിമകൾ കണ്ടിട്ടില്ലേ, സ്ഥിരമായിട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ, റഷ്യയുടെ പോലുള്ള പ്രവിശ്യകളിലൊക്കെ. ഇപ്പോൾ വിനീത് ശ്രീനിവാസിന്റെ സിനിമ റഷ്യൻ പ്രവിശ്യകളാണ്. ഇപ്പോൾ കരം എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അവിടെയൊക്കെ നികുതി ഇളവുകളുണ്ട്. സർക്കാർ ടൂറിസം പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നാണ്. അങ്ങനെ ആ രാജ്യത്തിന്റെ സാംസ്കാരികമായ പൈതൃകങ്ങളൊന്നും തങ്ങളുടെ സിനിമയിൽ അടയാളപ്പെടുത്തരുത്. അതങ്ങനെ ലക്ഷ്യം കൂടെ ഉണ്ട് അതിനല്ലേ. അത് വലിയൊന്ന് ആലോചിച്ച് നോക്കൂ സിനിജി. അപ്പോൾ എൻ്റെ നാട്ടിലെ സിനിമയിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ അവൻ്റെ സാംസ്കാരിക പൈതൃകവും അവൻ്റെ, നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ്റെ നമ്മളെ അടയാളങ്ങളൊക്കെ വരില്ലേ. അതെ, തീർച്ചയായിട്ടും. കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ, സായിപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ, മൂന്നാറിൽ വരുമ്പോൾ തേയിലയുടെ പശ്ചാത്തലത്തിൽ തമിഴ് സ്ത്രീകളും തമിഴ് ആൾക്കാരും ഒക്കെ പോകുമ്പോൾ അവൻ്റെ നൃത്തങ്ങളും അവൻ്റെ ഭക്തിയും അവൻ്റെ അമ്പലങ്ങളും അവൻ്റെ നാട്ടുപഴമകളൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ വരില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊന്നും കാണിക്കണ്ട എന്ന് തന്നെയാണ്, അത്തരം കൈമാറ്റങ്ങളൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനം കൊണ്ട് ആഗോള സിനിമാ വ്യവസായത്തിൽ തിരിച്ചടികൾ ഇങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യത എന്നാണ്. ഇതിൻ്റെ പ്രതികരണം പല ക്യൂൻസ്ലാൻഡ് പോലുള്ള ഓസ്ട്രേലിയയിലെ പിന്നെ വലിയ കമ്പനികൾ അവരൊക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനുകളാണ്. ഒരുപാട് പടങ്ങൾ സ്ഥിരമായി ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഊട്ടിയും കൊടൈക്കനാലൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് ഷൂട്ടിംഗ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കൊടൈക്കനാലിലേക്ക്, ഊട്ടിയിലേക്ക് ആരും സിനിമ വരണ്ട, തമിഴ്നാട് സർക്കാർ പ്രത്യേക നികുതി ഏർപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രത്യാഘാതം. നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് ഒരാളും വരാൻ പാടില്ല, അതിന് പ്രത്യേകമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തുകയാണ്. അവിടെ ഷൂട്ട് ചെയ്യുന്ന എല്ലാ പടങ്ങൾക്കും മഹാരാഷ്ട്ര സർക്കാർ നികുതി ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഈ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ടോം ക്രൂസ് എങ്ങനെ ഇനി മിഷൻ ഇമ്പോസിബിൾ പോലുള്ള സിനിമകൾ എങ്ങനെ ഇനി പോയിട്ട് നമ്മുടെ UAE പോലുള്ള, ദുബായ് പോലുള്ള അമ്പരചുംബികളുടെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈ കാഴ്ചകളുണ്ടല്ലോ അതെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പം ഈ നിർമ്മാണ ചെലവ് ഉയരും. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇത് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിവുഡുമായി സഹകരിക്കുന്ന വലിയ ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവില്ലെങ്കിൽ പോലും നമ്മുടെ തദ്ദേശീയ സിനിമകളുടെ വളർച്ച ഉണ്ടാവും. വൈറ്റ് ഹൗസ് നിലവിൽ ഔദ്യോഗികമായ നിലപാടുകളൊന്നും അറിയിച്ചിട്ടില്ലെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ 100% ഇത് നിയമപരമായി ഉറപ്പില്ല, നടപ്പാക്കപ്പെടും എന്ന് ഉറപ്പില്ല, സങ്കീർണമായ ഒന്നാണ്. ലോക സിനിമയെ നടുക്കിയ ഈ തീരുമാനം നിലവിൽ ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്ന നിലയ്ക്ക് മാത്രമാണ് ആളുകൾ കാണുന്നത്. ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായിരിക്കാം എന്നാണ് കാണുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഈ നീക്കങ്ങളിലേക്ക് മാറിയില്ലെങ്കിലും
ഇത് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ നടപടികൾ ലോകത്തെമ്പാടുമുള്ള സിനിമാ വ്യവസായത്തിൻ്റെ ഭാവി നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിജ എന്താ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അമേരിക്ക ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ, ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന നിലപാടിലേക്കല്ലേ പോകുന്നത്. അങ്ങനെ തകർക്കുന്ന നിലപാട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ മറ്റ് രാജ്യങ്ങളുടെ സംസ്കാരം കൂടി ഇഴുകി ചേർന്ന് നമ്മളൊരു ലോക സിനിമയെ കാണുന്നു, ഹോളിവുഡ് സിനിമയെ കാണുന്ന ആ ഒരു എന്താ പറയുക ആസ്വാദന ഭംഗി അതും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ട്രംപിൻ്റെ വ്യവസായം മാത്രം ചിന്തിക്കുന്നു, ട്രംപിൻ്റെ രാജ്യം മാത്രം ചിന്തിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്ന ആഗോളപരമായ ഒരു പ്രതിഭാസം അല്ലേ, നമ്മുടെ കണ്ണിന് വളരെയധികം സന്തോഷം നൽകുക, അതിൻ്റെയൊക്കെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനൊപ്പം തന്നെ സിനിജി പറഞ്ഞ് വളരെ ശരിയാണ്. പ്രസക്തി നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ഈ എതിർക്കപ്പെടുന്ന, അതായത് ഒരു സ്ഥലത്ത് സ്വന്തം രാജ്യത്ത് സ്വന്തം പന്തിയിൽ തന്നെ എതിർപ്പ് രൂപപ്പെടുമ്പോൾ അവിടെയുള്ള ഫിലിം മേക്കേഴ്സ്, അവിടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ ആശയങ്ങൾ കൊണ്ട് ലോകത്തിന് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അറിയിക്കാൻ ശ്രമിക്കുന്ന ഫിലിം മേക്കേഴ്സ്, കലാകാരന്മാർ സ്വന്തം രാജ്യത്തിനെതിരായി സിനിമകൾ നിർവഹിച്ചു കൊടുക്കും. പ്രതിഷേധ സ്വരങ്ങൾ വരും. അറിഞ്ഞിട്ടില്ല, അണ്ടർവേൾഡ് സിനിമകളൊക്കെ പല രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പോലെ എൻ്റെ രാജ്യത്ത് ഇറാനിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ അവിടുത്തെ നല്ലതും ചീത്തയുമായിട്ടുള്ള അവിടുത്തെ പ്രതിഷേധ സ്വരങ്ങളുടെ ഭാഗമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് സിനിമകളുണ്ട്. നമ്മളെ ഫെസ്റ്റിവലിലൊക്കെ അത്തരം സിനിമകൾ വലിയ കയ്യടി നേടുന്നുണ്ട്. ഒരു കാലത്ത് ഇറാനിയൻ സിനിമ എന്ന് പറയുന്നത് തന്നെ ലോക ശ്രദ്ധേയമായ മജീദ് പോലെയുള്ള വലിയ ആളുകൾ, നമ്മുടെ എ ആർ റഹ്മാനൊക്കെ സംഗീതം ചെയ്ത സിനിമകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ അവിടുന്ന് അണ്ടർവേൾഡ് സിനിമകൾ, അണ്ടർഗ്രൗണ്ട് സിനിമകൾ പ്രതിഷേധത്തിൻ്റെ സ്വരത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഉയരണമെന്നാണ് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ നിലയ്ക്ക് എൻ്റെയും ആഗ്രഹം. പക്ഷേ ട്രംപ് ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവിടുത്തെ സിനിമാ പ്രേമികളുടെ അല്ലെ സിനിമാ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കത്തില്ലേ? ഒരുപാട് പ്രതിഷേധം ഉണ്ടായിട്ടും ട്രംപ് അതിനെയൊക്കെ അതിജീവിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ട്രംപ് ഒരു മണ്ടനാണ്, വിഡ്ഢിയാണ്. പക്ഷേ ആ വിഡ്ഢി എന്നതിനപ്പുറത്തേക്ക് അയാൾ തന്ത്രപരമായിട്ട് ചില ബിസിനസ് കരുക്കളാണ് നീക്കുന്നതെന്ന് ഈ സിനിമാ പ്രവർത്തകരും തിരിച്ചറിയും. അല്ല, ഇത് നേരത്തെ തന്നെ തുടങ്ങിയ പരിപാടി അവർ തിരിച്ചറിയും. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ കച്ചവടമാണ്. ഈ കച്ചവടത്തിൽ ഇത്തരം എതിർപ്പുകളുണ്ടാവും. ഇത്തരത്തിൽ ഇത് പെട്ടെന്നെടുത്ത തീരുമാനമല്ല. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ അദ്ദേഹം സൈന്യത്തിൻ്റെ സഹായങ്ങൾ എപ്പോഴും തേടാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള നിർബന്ധ ബുദ്ധിക്കാരനാണ്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളൊന്നും മറിയും. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. മലക്കം മറിയുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെ കുഴപ്പത്തിലേക്ക് പോകും. ഒരു രാജ്യം സ്വന്തം രാജ്യത്തിലെ സൈന്യത്തെ സംശയിച്ചു തുടങ്ങിയ, സൈന്യത്തിൻ്റെ എത്തിക്സിനെ പഠിപ്പിക്കാൻ വേണ്ടി അത് കൂടുതൽ മോശമായി വന്ന് ചിന്തിച്ചു തുടങ്ങുന്ന, നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ആ ഭരണാധികാരി എങ്ങനെ മുന്നോട്ട്, ആ ഭരണാധികാരി സകലതിനും കൈവെക്കും, സകലതിനും വെട്ടും, സകലതിനെ എഡിറ്റ് ചെയ്യും. അപ്പം അതുപോലെ ഈ ഭ്രാന്ത്, ട്രംപിന് പിടിച്ച ഈ സിനിമാ ഭ്രാന്ത് അമേരിക്കൻ സിനിമാ വ്യവസായത്തെ നടപ്പാക്കിയാൽ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.